ഹലോ ഡിയേഴ്സ്, ഒരുപാട് പേർക്ക് ഒരു സംശയമാണ് ആക്ടിവേഷൻ വാലിഡിറ്റിക്ക് എങ്ങനെയാണ് എമൗണ്ട് ആക്കുക എന്നുള്ളത്. നമ്മുടെ യൂട്യൂബ് വീഡിയോ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കമ്പനിൻ്റെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുകയും നോക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ പോയി അതെടുക്കാൻ പറ്റില്ല എന്നുള്ളവർക്കാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആക്കിയിരിക്കുന്നത്. നമ്മൾ സൈറ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതുപോലെ ഹോം പേജ് ഓപ്പൺ ആകും അല്ലേ. അതിന് മൈ ഇൻകം ഓപ്പൺ ആക്കുക. ഓക്കെ, അതിൽ ലെവൽ ഇൻകത്തിലും അതുപോലെ തന്നെ ഡെയിലി ഇൻകത്തിലും 300 രൂപയാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഇതിൽ എനിക്ക് എക്സാമ്പിൾ കാണിക്കാൻ ഡെയിലി ഇൻകമാണുള്ളത്. അപ്പോൾ അതിൽ വിഡ്രോവൽ എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും മുകളിലെ ഓപ്ഷൻ. അത് എമൗണ്ട് കാണും, അതുപോലെ വിഡ്രോ ആൻഡ് ആക്ടിവേഷൻ ഉണ്ടാവും. ഇതിൽ വിഡ്രോ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത്. ഓക്കെ, ഇതിൽ വിഡ്രോ കൊടുക്കുകയാണെങ്കിലും ആക്ടിവേഷൻ കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പ്രൊഫൈൽ സെറ്റ് ചെയ്തിരിക്കണം. കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസുകൾ തന്നെ കൊടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെ പ്രൊഫൈൽ സെറ്റ് ചെയ്ത ഒരു ഐ ഡിയിൽ മാത്രമേ വിഡ്രോയും ആക്ടിവേഷനും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിഡ്രോയിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ 2 ഓപ്ഷൻ കാണും. അതിൽ ആക്ടിവേഷൻ എന്നുള്ളതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് വിഡ്രോ റിക്വസ്റ്റ് സക്സസ്ഫുള്ളി പ്ലീസ് വെയിറ്റ് ഫോർ അഡ്മിൻ അപ്രൂവൽ എന്ന് വരും. ഓക്കെ, ഇത് നമ്മുടെ ഓഫീസിൽ നിന്ന് അവർ സ്റ്റാഫ് എന്ത് ചെയ്യും, അപ്രൂവൽ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ആക്ടിവേഷൻ വാലിഡിറ്റിക്ക് എമൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആക്ടിവേഷൻ എന്നുള്ളതിൽ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വിഡ്രോ എന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരിക. ആ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് 10% അഡ്മിൻ ചാർജ് മൈനസ് ആയിട്ടാണ് എമൗണ്ട് വരുന്നത്. അതേസമയം ഡെയിലി ആക്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് ആ 150 രൂപയും നമ്മളുടെ ആക്ടിവേഷൻ വാലറ്റിലേക്ക് വരികയും ചെയ്യും. ഓക്കെ.